കുട്ടികളൊക്കെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവല്ലേ? അതെ അതെ. നമ്മളിപ്പോൾ ഈ സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ വൈകിട്ടാകുമ്പോഴത്തേക്കും ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ വീഴ്ചില്ല. നമുക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും. എങ്ങനെയാ ഇവരെ കൺട്രോൾ ചെയ്യുന്നത്? എങ്ങനെയാ നിങ്ങൾ രണ്ടുപേരും കൺട്രോൾ ചെയ്യുന്ന? ഒരാളെ ഇറങ്ങുമ്പോഴത്തേ നമ്മൾ ഈ ബീച്ചിൻ്റെ മുകളാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇത്രയും വലിയ ബീച്ചിൽ ഒരാളെ ഇറങ്ങിയിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരാളെ ഇറങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഈ അപകടങ്ങൾ പതിവായ ഏരിയ ഉണ്ടോ? കടലിൻ്റെ സ്വഭാവം മാറും. ഒന്ന് രണ്ട് സ്ഥലത്ത് ചുഴിയും കാര്യങ്ങളൊക്കെ രൂപപ്പെടും. ആ സമയത്ത് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കഴുത്തോളൊക്കെ അല്ലെങ്കിൽ അരയോളൊക്കെ വെള്ളം എത്തുമ്പോൾ നിങ്ങൾ അവരോട് കയറിക്കോളാം. അവരോട് എന്തായാലും കയറി മാറി നിൽക്കാൻ വേണ്ടി പറയും. പലപ്പോഴും പല മരണങ്ങളുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നലെ കണ്ടില്ല 6 മരണങ്ങളാണ് 2 ഭാഗത്തായിട്ട്. ഒന്ന് മലപ്പുറം ജില്ലയിൽ 2 കുട്ടികൾ പോയി, അതേപോലെ തിരുവനന്തപുരം 3. അതേപോലെ ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ 2-3 കുട്ടികൾ വെള്ളത്തിൽ ഇറങ്ങി കാലത്ത് ഞാൻ രക്ഷിതാക്കളോട് ചോദിക്കുക, അവരറിയില്ല ഇത്രയും കുട്ടികൾ ഇന്നലെ മരണപ്പെട്ടത്. അവരോട് ഞാൻ പറയും, ഞങ്ങൾക്ക് ആ വിഷമം താങ്ങാൻ പറ്റാണ്ടാണ് ഞങ്ങൾ ഡ്യൂട്ടി പോയിലേക്ക് വരുന്നത്. അപ്പം നിങ്ങളെന്താക്കാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ കുട്ടികളെ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട്? നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവം 2 കുട്ടികൾ അവിടെ മരണപ്പെട്ടു. എന്താ പറയുക, അതിൽ നല്ല വിഷമവും കാര്യങ്ങളുണ്ട്. കാരണം ഇതിന് നമ്മൾ ഡ്യൂട്ടി പോലെ എത്തുന്നതിന് മുന്നേ ആൾ മരണപ്പെട്ടുള്ളൂ, 2 കുട്ടികൾ മരണപ്പെട്ടുള്ളൂ. പിന്നെ ബോഡിക്ക് വേണ്ടിയുള്ള അതിലിപ്പോൾ കാര്യമില്ല. നമ്മൾ ഉണ്ടെങ്കിൽ ആ 2 കുട്ടികളെ ജീവനും കൂടി നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അത് നല്ല വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇവരെ കൺട്രോൾ ചെയ്യുമ്പം അവരെ അനുസരിക്കാത്ത അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവാറുണ്ടോ? അവരെന്തായാലും എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നല്ല. ചെറുപ്പക്കാർ കുട്ടികളും കാര്യങ്ങളൊക്കെ ഒന്നുകിൽ കള്ളു പിടിച്ചിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ചിട്ടായിരിക്കും വെള്ളത്തിൽ ഇറങ്ങുക. അപ്പം നമ്മളെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താക്കില്ല, അവർ ഏറ്റെടുക്കില്ല. അവരോട് നല്ല കാര്യത്തിനാണ് പറയുന്നത്, അവർ മനസ്സിലാക്കും. അവരാ പണി എടുത്തുകൊണ്ട് നിൽക്കും. നിയന്ത്രിക്കൽ തന്നെ നമ്മളെ കൈയും കാര്യം മറന്നിട്ട് നമ്മളെന്താക്കും, നമ്മളവരെ നിയന്ത്രിച്ച് കൊണ്ടുനടക്കും. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാലത്ത് 2 വർഷത്തോളമായിട്ട് നമ്മളെ ഡ്യൂട്ടി പോയിന്റിൽ ഒരു മരണം പോലും റിപ്പോർട്ട് ചെയ്തില്ല. ഈ വിസിലടിക്കുമ്പം മറ്റുള്ളവർക്ക് അത് നോട്ട് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ആ സ്പോട്ടിൽ പെട്ടെന്ന് എത്താൻ പറ്റിയില്ലെങ്കിലും തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഓടി ചെന്ന് പോയി രക്ഷിക്കാനുള്ളൊരു ഒരു വഴി അങ്ങനെയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ വിസിലടി ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ തീരപ്രദേശത്തുള്ള ആളുകളൊക്കെ ബീച്ച് എൻജോയ് ചെയ്യാൻ വരുന്നുണ്ട് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട്. നമ്മളെ ഈ അടി കേട്ടിട്ട് അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കും എന്താ ചെയ്യാൻ പറ്റും? രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റുമോ? അപ്പോൾ ആ ഭാഗത്ത് 2 ആൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് എന്തെല്ലാം സംഭവിക്കും? ആകെ 3 മിനിറ്റ് ടൈമേ ഉള്ളൂ. ഒരാൾ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ 3 മിനിറ്റ് ടൈമേ ഉള്ളൂ. ഈ ലെങ്ത്ത് മതി ഒരാൾക്ക് മരിക്കാനുള്ള വെള്ളം. ഈ ആഴത്തിൽ ഒരു നീന്തറിയാത്ത ആൾ പെട്ട് കഴിഞ്ഞാൽ അയാൾ ഒഴുക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ മരണപ്പെടും. 12 വർഷത്തിനിടയിൽ ഏകദേശം എത്ര പേരെ രക്ഷിച്ചിട്ടുണ്ടാവും? ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ തന്നെ ഒരു 13 ആൾക്കാർ സേവ് ചെയ്തിട്ടുണ്ടാവും. 13 ആൾക്കാർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നീന്ത അറിയാം, പക്ഷെ ഞാൻ ഇത്രയും നേരം ചേട്ടനുള്ള ധൈര്യത്തിലാണ് കാലുപോലും നനയ്ക്കാൻ ഈ കരയിലൂടെ ഇങ്ങനെ നടന്നു വന്നത്. എന്തായാലും ചേട്ടന്റെ വർക്ക് നടക്കട്ടെ. സന്തോഷം.